Hi guys, once again welcome back to EduBoard CUET YouTube channel. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ CUETയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും കിട്ടാനായിട്ട് ഈ ചാനൽ വേഗം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം CUETയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് വേഗം അറിയണമെങ്കിൽ ഈ ചാനൽ നിർബന്ധമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് CUETയുടെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടാണ്. പൊളിറ്റിക്സിന്റെ സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പൊളിറ്റിക്സിന് വളരെയധികം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശരിക്കും ഇന്ത്യൻ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു ആർട്സ് സബ്ജക്റ്റ് ആണ് ശരിക്കും പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെ നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് ക്രാക്ക് ചെയ്യാം? പൊളിറ്റിക്കൽ സയൻസ് ക്രാക്ക് ചെയ്യാൻ ഞാൻ അഗെയിൻ ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് അങ്ങ് തെറവാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരു സംശയവും നിങ്ങൾക്ക് CUET കിട്ടിയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഓരോ ചാപ്റ്ററിലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം അല്ലേ? അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പഠിക്കാനുള്ള കണ്ടന്റ് നമുക്ക് എവിടെ പോയാലും ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ എവിടെ യൂട്യൂബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനെറ്റ് ആയിക്കോട്ടെ, ഇഷ്ടംപോലെ കണ്ടന്റ്സ് ഉണ്ട്. പക്ഷെ അത് എങ്ങനെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ സോർട്ട് ചെയ്ത് പഠിക്കാം, കൃത്യമായി ഓർഡറിൽ പഠിക്കണമെങ്കിൽ അതിനാണ് ശരിക്കും നിങ്ങൾക്ക് ഒരാളെ സഹായം വേണ്ടത്. അതാണ് ശരിക്കും EduBoard നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ EduBoard ക്ലാസ്, നമ്മുടെ കോഴ്സ് ഇങ്ങനെ കോഴ്സിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ബാച്ച് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പൊളിറ്റിക്സിന്റെ അപ്ഡേറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്സിന്റെ സിലബസിലേക്ക് പോകും. റെഡി? എന്തൊക്കെയാണ് നമ്മുടെ പൊളിറ്റിക്സിന്റെ സിലബസിൽ വരുന്ന കാര്യങ്ങൾ മക്കളെ? ഒന്നാമത് ദ എറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. ഈ ചാപ്റ്റർ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഈ ഒരു ചാപ്റ്റർ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെ? ആ കോൺഗ്രസിന്റെ ഡോമിനൻസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് 3 ജനറൽ ഇലക്ഷൻ, ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ നേച്ചർ ഓഫ് കോൺഗ്രസ് ഡോമിനൻസ് അറ്റ് നാഷണൽ ലെവൽ, എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ ആ ഒരു ഡോമിനൻസിന്റെ കാര്യം? ഇതൊക്കെ നമ്മൾ ശരിക്കും +2 പഠിച്ചതാ അല്ലെ? +2 നിങ്ങൾ എത്രത്തോളം അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എവിടെ കാണാൻ സാധിക്കും? നിങ്ങളുടെ CUET എക്സാമിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. റെഡി? അതുപോലെ തന്നെ എന്താണ് അൺഈവൻ ഡോമിനൻസ് അറ്റ് സ്റ്റേറ്റ് ലെവൽ. നമുക്കറിയാം പല സ്റ്റേറ്റ് ലെവലിൽ സംസ്ഥാന തലങ്ങളിലും കോൺഗ്രസിന് വലിയൊരു ഡോമിനൻസ് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. എന്താണ് അതിന്റെ റീസൺസ് പഠിക്കുന്നുണ്ട്. അതുപോലെ കൊളീഷൻ നേച്ചർ ഓഫ് കോൺഗ്രസിന്റെ കൊളീഷൻ നേച്ചർ, അതായത് എല്ലാ വിഭാഗം ആളുകളെയും അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവായിരിക്കും കോൺഗ്രസ് പാർട്ടിക്ക് അല്ലേ? അത് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മേജർ ഒപ്പോസിഷൻ പാർട്ടീസ്, പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെ പറ്റിയും ആ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇതാണ് ശരിക്കും എറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. ടെക്സ്റ്റ് ബുക്ക് വൈസ് ഒക്കെ നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇത് വരുന്നത് അല്ലേ? ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വൈസ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ നാഷൻ ബിൽഡിംഗ് ആൻഡ് ഇറ്റ്സ് പ്രോബ്ലം അല്ലെ, നമ്മുടെ എന്താണ് ദ ചാലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അവിടെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊന്ന് നെഹ്റൂസ് അപ്രോച്ച് ഓൺ നാഷൻ ബിൽഡിംഗ് അല്ലെ? രാഷ്ട്ര നിർമ്മാണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാഷൻ ബിൽഡിംഗിൽ നെഹ്റുവിന് ചില കാഴ്ചപ്പാടുണ്ട്, അദ്ദേഹത്തിന് ചില അപ്രോച്ചസ് ഉണ്ടായിരുന്നു അല്ലെ? അത് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ലെഗസി ഓഫ് പാർട്ടീഷൻ അല്ലെ, നമ്മുടെ എന്താണ് വിഭജനം അല്ലെ, പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ വിഭജനം അവിടെ വരുന്നത്, അത് പഠിക്കാനുണ്ട്. അതേപോലെ റെഫ്യൂജീസ് ആൻഡ് സെറ്റിൽമെന്റ്, അഭയാർത്ഥികളായിട്ടുണ്ട്, പിന്നെ അവരെങ്ങനെ നമ്മൾ സെറ്റിൽമെന്റ് ചെയ്ത ആ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ കാശ്മീർ പ്രോബ്ലം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അല്ലേ? അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ആൻഡ് റീ ഓർഗനൈസേഷൻ സ്റ്റേറ്റ് അല്ലെ, ഭാഷാടിസ്ഥാനത്തിൽ നമ്മൾ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ സംഘടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ഉണ്ട്, അത് പഠിക്കാനുണ്ട്. പിന്നെ എന്താണ് ലാംഗ്വേജ്, എന്താണ് പൊളിറ്റിക്സ് കോൺഫ്ലിക്റ്റ് ഓവർ ലാംഗ്വേജ്, ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം പലപ്പോഴും പിന്നെ പല സംസ്ഥാനങ്ങളെയും വീണ്ടും ഡിവൈഡ് ചെയ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വീണ്ടും സെപ്പറേറ്റ് ആക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യം. റെഡി? ഇനി നമ്മൾ പൊളിറ്റിക്സ് ഫോർ പ്ലാൻ ഡെവലപ്മെന്റ്, 3-ാം ചാപ്റ്ററിൽ വരുന്ന 5-year പ്ലാൻ, പഞ്ചവത്സര പദ്ധതിയാണ് ഈ ഒരു ചാപ്റ്റർ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, അത് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ എക്സ്പാൻഷൻ ഓഫ് സ്റ്റേറ്റ് സെക്ടർ, റൈസ് ഓഫ് ന്യൂ എക്കണോമിക് ഇൻട്രസ്റ്റ്, അതേപോലെ ഫെമീൻ ആൻഡ് ദ സസ്പെൻഷൻ ഓഫ് 5-year പ്ലാൻസ് ആൻഡ് ഗ്രീൻ റെവല്യൂഷൻ ഇറ്റ്സ് പോളിസീസ് ആൻഡ് ഫെൽ ഔട്ട് അല്ലെ? പൊളിറ്റിക്കൽ ഫെലോ ശരിക്കും പറയുകയാണെങ്കിൽ 5-year പ്ലാൻ തന്നെയല്ലേ? 5-year പ്ലാന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ പഠിച്ചത്. അപ്പോൾ 5-year പ്ലാൻ നന്നായി പഠിക്കുക. അതുപോലെ തന്നെ പ്ലാനിങ്ങിൽ ഇന്ത്യ ഏത് തരം പ്ലാനിങ് ആണ് അഡോപ്റ്റ് ചെയ്തത്, അതുപോലെ ഇന്ത്യയുടെ ഗ്രീൻ റവല്യൂഷന്റെ റിസൾട്ട് പഠിക്കുക, ഫസ്റ്റ് 5-year പ്ലാൻ, സെക്കൻഡ് 5-year പ്ലാൻ പഠിക്കുക. ഇതൊക്കെയാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ഈ ഒരു ചാപ്റ്ററിൽ. ഇനി നമ്മൾ ഇന്ത്യസ് എക്സ്റ്റേണൽ റിലേഷനിലേക്ക് പോകുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമായി നമ്മൾ ഫോറിൻ പോളിസി അല്ലെ, നെഹ്റുവിന്റെ ഫോറിൻ പോളിസിയെ പറ്റി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ചൈന വാർ പഠിക്കാനുണ്ട് നമുക്ക്, അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ വാർ പഠിക്കാനുണ്ട്. പിന്നെ ഇന്ത്യയുടെ ന്യൂക്ലിയർ പ്രോഗ്രാം ആണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ള കാര്യം. ഓക്കെ, അടുത്ത നമുക്ക് 5-ാം ചാപ്റ്റർ ചാലഞ്ചസ് ടു ആൻഡ് റിസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസ്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റ് നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് അല്ലേ? എന്താണ് കോൺഗ്രസ് പാർട്ടി ഒരു സ്പ്ലിറ്റിലേക്ക് പോകാൻ കാരണം, പിന്നെ എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യപ്പെടുന്നത്, എങ്ങനെ റീസ്റ്റോർ ചെയ്തിരിക്കും? ഒരു പുതിയ കോൺഗ്രസ് ആയിട്ട്, ഇന്ദിരാഗാന്ധിയുടെ ഒരു പുതിയ കോൺഗ്രസ് ആയിട്ടാണ് കോൺഗ്രസ് പാർട്ടി വീണ്ടും റീസ്റ്റോർ ചെയ്യപ്പെടുന്നത് അല്ലേ? അത് പഠിക്കാനുണ്ട്. കൃത്യമായി ആ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിന്റെ കോർ എന്ന് പറയുന്നത് അല്ലേ? അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റ്, നോൺ കോൺഗ്രസിസം എന്നൊരു സംവിധാനമുണ്ട്, അതെന്താണെന്ന് പഠിക്കാനുണ്ട്. 1967 ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസ് സ്പ്ലിറ്റ്, എങ്ങനെ കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റിൽ പോയ കാര്യങ്ങളുണ്ട്, അതായത്
71 ഇലക്ഷൻ അല്ലെങ്കിൽ 69 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഒക്കെ അതിന്റെ ഭാഗമാണ്. പിന്നെ നമുക്കറിയാം 71 കോൺഗ്രസ് വീണ്ടും തിരിച്ചു വരികയാണ്, വൻ ശക്തിയോടെ തിരിച്ചു വരികയാണ്. അതേപോലെ ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ പൊളിറ്റിക്സിനെ പറ്റി പഠിക്കുവാനുണ്ട്. പിന്നെ ദ ക്രൈസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ അല്ലെങ്കിൽ ക്രൈസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ ആ ടോപ്പിക്കിൽ പഠിക്കാൻ നമുക്കറിയാം. എമർജൻസിയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ ടോപ്പിക്. അതായത് എന്താണ് എമർജൻസിയിലേക്ക് എത്താനുണ്ടായ സാഹചര്യം, എമർജൻസി പീരീഡ് എങ്ങനെയായിരുന്നു, ആഫ്റ്റർ എമർജൻസി ആണ്. അതായത് ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുള്ള ടോപ്പിക്കാണ്, പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വെക്കണം നിർബന്ധമായും. പിന്നീട് റീജിയണൽ ആസ്പിറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് വരും. വീണ്ടും ഓരോ പ്രാദേശികമായുള്ള ഇഷ്യൂസ് അല്ലെ, അത് നമുക്ക് റേസ് ഓഫ് റീജിയണൽ പാർട്ടീസിനെ പറ്റി പഠിക്കാനുണ്ട്. പഞ്ചാബ് ക്രൈസിസ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ സിഖ് റൈറ്റ് 1984 സിഖുകാരെ റൈറ്റ് പഠിക്കാനുണ്ട്. കാശ്മീർ സിറ്റുവേഷൻ അല്ലെ, കാശ്മീരിലെ വിഷയങ്ങൾ പഠിക്കാനുണ്ട്. അതേപോലെ നോർത്ത് ഈസ്റ്റ് മേഖലയിലെ വിഷയങ്ങൾ. അപ്പോൾ ഒരുപാട് റീജിയണൽ ആസ്പിറേഷൻ അവരുടെ കോൺഫ്ലിക്റ്റുകളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് റൈസ് ഓഫ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ്, വീണ്ടും എന്താണ് സോഷ്യൽ മൂവ്മെന്റുകളായിട്ട് ഒരുപാട് വ്യത്യസ്ത രാജ്യത്തിനുള്ളിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് മൂവ്മെന്റ്സ് പഠിക്കാനുണ്ട്. അതിൽ ഫാമേഴ്സ് മൂവ്മെന്റ് ഉണ്ട്, വുമൻസ് മൂവ്മെന്റ് ഉണ്ട് അല്ലെ, എൻവയോൺമെന്റൽ ഇഷ്യൂ, ഡെവലപ്മെന്റ് അഫക്ട് പീപ്പിൾസ് മൂവ്മെന്റ്, അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ഓഫ് മണ്ഡൽ കമ്മീഷൻ ഒക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു ടോപ്പിക് എന്ന് പഠിക്കാനുണ്ട് കേട്ടോ. ഇനി നമ്മൾ 9ാം ചാപ്റ്ററിൽ വരുമ്പോൾ ഡെമോക്രാറ്റിക് അപ്സർജ് ആൻഡ് കൊളീഷൻ പൊളിറ്റിക്സ്, ഇത് കുറച്ചും കൂടി ഇന്ത്യയുടെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലെ. എന്താണ് പാർട്ടിസിപ്പേഷൻ അപ്സർജ് ഇൻ 1990s, അതായത് ഒരു ഇലക്ഷനിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വന്ന വലിയൊരു മാറ്റമാണ് 1990s വന്ന മാറ്റം അല്ലെ. അതുപോലെ റൈസ് ഓഫ് JD ആൻഡ് BJP പറ്റി പഠിക്കാനുണ്ട്, ജനതാദൾ BJP പറ്റി. ഇൻക്രീസ് റോൾ ഓഫ് റീജിയണൽ പാർട്ടീസ് ആൻഡ് കൊളീഷൻ പൊളിറ്റിക്സ്. പിന്നെ എന്താണ് ശരിക്കും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ വരവ്, അത് എത്രത്തോളം ഇന്ത്യൻ പൊളിറ്റിക്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അത് യുണൈറ്റഡ് ഫ്രണ്ടിനെ പറ്റി പഠിക്കണം, NDA ഗവൺമെന്റിനെ പറ്റി പഠിക്കാണ്ട്. പിന്നെ ഇലക്ഷൻ 2004 ഇലക്ഷൻ 2004 തെരഞ്ഞെടുപ്പും അതുപോലെ UPA ഗവൺമെന്റിന്റെ എന്താണ് ഒരു വരവുണ്ട് അല്ലെ. ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി 10 റീസെന്റ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മുടെ ഇന്ത്യയിലെ റീസെന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ ചാലഞ്ച് ഓഫ് റെസ്പോൺസ് ഓഫ് ഗ്ലോബലൈസേഷനെ പറ്റി പഠിക്കാനുണ്ട്. ന്യൂ എക്കണോമിക് പോളിസി ആൻഡ് ഇറ്റ്സ് ഒപ്പോസിഷൻ അല്ലെ. നമുക്കറിയാം 1991 ഒരു പുതിയ പുത്തൻ സാമ്പത്തിക നയമായിട്ട് നമ്മൾ വരുന്നുണ്ട്. എന്താണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതുപോലെ റൈസ് ഓഫ് OBC ആൻഡ് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ്, അതുപോലെ തന്നെ ദളിത് പൊളിറ്റിക്കൽ മൂവ്മെന്റിനെ പറ്റി പഠിക്കാനുണ്ട്. ഇലക്ട്രോറൽ നോൺ ഇലക്ട്രോറൽ ഏരിയനെ പറ്റി പഠിക്കാനുണ്ട്. അതുപോലെ ചാലഞ്ചസ് ഓഫ് കമ്മ്യൂണലിസം, പ്രധാനമായും അയോധ്യ ഡിസ്പ്യൂട്ട്, ഗുജറാത്ത് റൈറ്റിനെ പറ്റി ഈ ഒരു ചാപ്റ്ററിലാണ് നമ്മൾ പഠിക്കുവാനുള്ളത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. റെഡി. ചിലപ്പോൾ മിക്കവാറും ഈ ഒരു ടോപ്പിക്കൊക്കെ എടുത്ത് കളയാനുള്ള സാധ്യത വരുന്നുണ്ട് കേട്ടോ. അയോധ്യ ഇഷ്യൂസും അതേപോലെ തന്നെ ഗുജറാത്ത് റൈറ്റൊക്കെ മിക്കവാറും എടുത്ത് കളയാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് 9 ചാപ്റ്റേഴ്സ് പഠിക്കാനല്ലേ. അതിൽ ആദ്യം കോൾഡ് വാർ ഇറയിൽ നമുക്ക് പ്രധാനമായും എന്താണ് കോൾഡ് വാർ അല്ലെ. എമർജൻസ് ഓഫ് 2 പൊളിറ്റിക്കൽ ബ്ലോക്ക് ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിലേക്ക് വന്ന 2 പൊളിറ്റിക്കൽ ബ്ലോക്ക് ഉണ്ടായിരിക്കുക, USA, USSR. ഇവരെ ചുറ്റിപ്പറ്റിയാണ് ശരിക്കും നമ്മുടെ ഒരു 3-4 ചാപ്റ്റർ വരെ മുന്നോട്ട് പോകുന്നത് അല്ലെ. അതുപോലെ തന്നെ കോൾഡ് വാർ നടന്ന സ്ഥലങ്ങളെ പറ്റി പഠിക്കാൻ ജസ്റ്റ് കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ, കോൾഡ് വാർ വലിയ വാറായി നടന്നൊന്നുമില്ല, ചെറിയ ചെറിയ ഇവന്റ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. അതുപോലെ തന്നെ എന്താണ് ചാലഞ്ചസ് ഓഫ് ബൈപോളാരിറ്റി, പറയപ്പെടുന്ന USA ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിനും സോഷ്യലിസ്റ്റ് ബ്ലോക്കിനും എന്താണ് ഒരു ചാലഞ്ച് ആയിട്ട് ആരാണ്, നോൺ അലൈൻ മൂവ്മെന്റ് വരുന്നുണ്ട്, അതിനെപ്പറ്റി പഠിക്കുവാനുണ്ട്. പിന്നെ ഡിസൻറ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് വേൾഡ്. ഈ സെക്കൻഡ് വേൾഡ് എന്ന് പറഞ്ഞാൽ USSR ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. USSR ആണ് സെക്കൻഡ് വേൾഡ്. USSRന്റെ തകർച്ചയെ പറ്റിയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. USSRന്റെ തകർച്ചയും അതുപോലെ ബൈപോളാരിറ്റി ഇല്ലാതാവുകയും ലോകം ഒരു യൂണിപോളാർ വേൾഡിലേക്ക്, എന്താ യൂണിപോളാർ എന്ന് പറഞ്ഞാൽ അമേരിക്ക മാത്രം ലോകത്തിന് ഹെഡായി മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ എന്താണ് ലോകം പോകുന്നുണ്ട്, അത് പഠിക്കാനുണ്ട് അല്ലെ. ന്യൂ എൻറ്റൈറ്റിൽസ് ഇൻ വേൾഡ് പൊളിറ്റിക്സ്, റഷ്യ, ബാൽക്കൻ സ്റ്റേറ്റ്, അതേപോലെ സെൻട്രൽ നേഷൻ സ്റ്റേറ്റ്. നമുക്കറിയാം USSR തകർന്നപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ സ്വതന്ത്രമായിട്ടുണ്ട്, അതാണ് ഈ പറയുന്നത് ന്യൂ സ്റ്റേറ്റ്സ് അല്ലെ. അവരെ പറ്റി പഠിക്കാണ്ട് ആ രാജ്യത്ത് വന്ന മാറ്റങ്ങൾ, അവരുടെ എന്താണ് അത്രയും കാലം ഉണ്ടായിരുന്ന പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എന്തായി മാറാണ്, അവിടെ ഒരു ലിബറൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലേക്ക് അവർ മാറാണ്, അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ആ ഇഷ്യൂസ് ഒക്കെയാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ള കാര്യം. റെഡി. ഇനി മൂന്നാമത് US ഡോമിനൻസ് ഇൻ വേൾഡ് പൊളിറ്റിക്സ് അല്ലെ. US അല്ലെങ്കിൽ അമേരിക്ക നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. ആ ഡോമിനൻസ് തന്നെയാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെയാണ് അമേരിക്ക ഡോമിനൻസ് നോക്കുകയാണെങ്കിൽ അവിടെ അഫ്ഗാനിസ്ഥാൻ ഗൾഫ് വാർ ഉണ്ട്, ഫസ്റ്റ് ഗൾഫ് വാർ, സെക്കൻഡ് ഗൾഫ് വാർ, അപ്പോൾ ഇറാഖ് ഇൻവെൻഷൻ, അതൊക്കെ പഠിക്കാനുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഡോമിനൻസ് ഓഫ് US ടു എക്കോണമി ആൻഡ് ഐഡിയോളജി. അതായത് 3 തരത്തിലാണ് USന്റെ ഡോമിനൻസ് ഉള്ളത്. മിലിറ്ററി ഉണ്ട്, എക്കോണമിയിലുണ്ട്, കൾച്ചർ ഉണ്ട്. ഈ 3 പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയും USയും തമ്മിലുള്ള ഒരു ബന്ധത്തെ പറ്റി പഠിക്കാനുണ്ട്, റിലേഷൻസ് ഉണ്ട്, അതും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനുണ്ട്. നാലാമത്തതിലേക്ക് വരുമ്പോൾ നോക്കൂ നിങ്ങളത് അൾട്ടർനേറ്റീവ് സെന്റർ ഓഫ് എക്കണോമിക് ആൻഡ് ക്യാപിറ്റൽ എക്കണോമിക്സ് ആൻഡ് ദ പൊളിറ്റിക്കൽ പവർ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ അമേരിക്ക എന്ന് പറഞ്ഞ യൂണിപോളാർ വേൾഡിന് അൾട്ടർനേറ്റീവ് ഒരു ബദലായിട്ട് ആര് എന്നൊരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത് അല്ലേ. ശരിക്കും ആരാണ്, അവിടെയാണ് നമ്മൾ ആരെ പറ്റി പഠിക്കുന്നത്, ചൈനയെ പറ്റി പഠിക്കുന്നുണ്ട്, യൂറോപ്യൻ യൂണിയനെ പറ്റി പഠിക്കുന്നുണ്ട്, അതല്ല ഏഷ്യാനെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ചൈനയുടെ ഒരു വളർച്ചയൊക്കെ പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക്കാണ്. ചൈനയുടെ ഓപ്പൺ ഡോർ പോളിസി പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം.
ഇനി സൗത്ത് ഏഷ്യൻ പോസ്റ്റ് കോൾഡ് വാർ എറ സെക്കൻഡ് ശരിക്കും പോസ്റ്റ് കോൾഡ് വാർ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ശേഷം ആഫ്റ്റർ ദ കോൾഡ് വാർ എന്തൊക്കെയാണ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു ഇഷ്യൂ അല്ലേ. അപ്പോൾ ശരിക്കും എന്താണ് സൗത്ത് ഏഷ്യ എന്ന് പഠിക്കണം. എസ്പെഷ്യലി സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പഠിക്കാനുണ്ട്. പാകിസ്ഥാൻ, നേപ്പാൾ, അതുപോലെ തന്നെ ശ്രീലങ്കയിൽ എത്തിനി കോൺഫ്ലിക്റ്റ് പഠിക്കാനുണ്ട്. ഈ ഗ്ലോബലൈസേഷനെ പറ്റി പഠിക്കാനുണ്ട്. അതുപോലെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു പീസ്, അതുപോലെ പീസ് അഗ്രിമെന്റ്സിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ ഈ ഇന്ത്യയും ഈ സൗത്ത് ഏഷ്യയിലെ നെയ്ബറിംഗ് രാജ്യങ്ങളുമായി നമ്മുടെ റിലേഷനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അവിടെ പഠിക്കുവാനുണ്ട്. റെഡി. ഇനി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഇൻ എ യൂണിപോളാർ വേൾഡ് അല്ലേ. ശരിക്കും അന്താരാഷ്ട്ര സംഘടനകളെ പറ്റി പഠിക്കാൻ പറ്റും. ശരിക്കും എല്ലാം തികഞ്ഞ ഒരു അന്താരാഷ്ട്ര സംഘടന എന്ന് പറഞ്ഞാൽ ആരാണ്? അത് UN ആണ്, യുണൈറ്റഡ് നാഷൻ ആണ്. ഈ ചാപ്റ്ററിലുടനീളം നമ്മൾ പഠിക്കുന്ന ആരുടെ പ്രത്യേകതകളാണ്? യുണൈറ്റഡ് നാഷന്റെ പ്രത്യേകത അല്ലേ. UN ഫീച്ചർ പഠിക്കുന്നുണ്ട്, ഇന്ത്യയും UN തമ്മിലുള്ള ബന്ധം പഠിക്കുന്നുണ്ട്, ന്യൂ ഇന്റർനാഷണൽ ആക്ടേഴ്സിനെ പറ്റി, അതായത് യുഎനിൽ ഉയർന്നു വരുന്ന പുതിയ വാദഗതികളെ പറ്റി പഠിക്കുന്നുണ്ട്, NGOകളെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ ഇന്ത്യയുടെ അതേപോലെ ഇന്ത്യ എന്താണ് ശരിക്കും UN ഒരു സ്ഥിരാംഗമാവാൻ വേണ്ടി ഇന്ത്യയുടെ പ്രയത്നങ്ങളുണ്ട് അല്ലേ. അതിന് ഇന്ത്യ മുന്നോട്ട് പോകുന്ന ചില റീസൺസ് ഉണ്ട്. അതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചിരിക്കേണ്ട കാര്യം. പിന്നെ സെക്യൂരിറ്റി ഇൻ കണ്ടംപററി വേൾഡിലേക്ക് വരുമ്പോൾ പ്രധാനമായും ട്രഡീഷണൽ കൺസേൺ സെക്യൂരിറ്റി ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡിസാർമെന്റ് പഠിക്കാനുണ്ട്. നോർത്ത് ട്രഡീഷണൽ ഓർ ഹ്യൂമൻ സെക്യൂരിറ്റി, ഗ്ലോബൽ പോവർട്ടി, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, ഇഷ്യൂ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് മൈഗ്രേഷൻ. അപ്പോൾ ഇതൊരു ആഗോള സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ടോപ്പിക്ക്. പിന്നെ 8ാം ചാപ്റ്റർ എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സ് ഇൻ ഗ്ലോബൽ പൊളിറ്റിക്സ്. വീണ്ടും എന്താണ് എൻവയോൺമെന്റ് മൂവ്മെന്റിനെ പറ്റിയാണ്. പ്രധാനമായും കോൺഫ്ലിക്റ്റ് ആൻഡ് ട്രഡീഷൻ ആൻഡ് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ്, റൈറ്റ് ഓഫ് ഇൻഡിജിനിയസ് പീപ്പിൾ. അതുപോലെ തന്നെ ഇന്ത്യ സ്റ്റാൻഡ്സ് ഇൻ ഗ്ലോബൽ എൻവയോൺമെന്റ് ഡിബേറ്റ്സ്. അപ്പോൾ കുറച്ച് ഇന്റർനാഷണൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. പിന്നെ ഗ്ലോബലൈസേഷൻ ഇൻ ക്രൈസ് ആണ് ഏറ്റവും അവസാന ചാപ്റ്റർ. ഗ്ലോബലൈസേഷൻ നമുക്കറിയാം നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് ഗ്ലോബലൈസേഷൻ. അതിൽ എക്കണോമിക്, കൾച്ചർ, പൊളിറ്റിക്കൽ അതിന്റെ മാറ്റങ്ങൾ പഠിക്കാനുണ്ട്. ഡിബേറ്റ്സ് കുറേ ചില ഗ്ലോബലൈസേഷന്റെ കോൺസിക്വൻസ് ഡിബേറ്റ്സ് ഉണ്ട്. ആന്റി ഗ്ലോബലൈസേഷൻ മൂവ്മെന്റ്സ് ഉണ്ട്. ഇന്ത്യ ആൻഡ് ഐറൺ ഓഫ് ഗ്ലോബലൈസേഷൻ സ്ട്രഗിൾ അഗെയിൻസ്റ്റ്. ഗ്ലോബലൈസേഷൻ കൊണ്ട് ഇന്ത്യ പോലെ ഒരുപാട് തേർഡ് വേൾഡ് രാജ്യങ്ങൾ, മൂന്നാം ലോക രാജ്യങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ശരിക്കും പൊളിറ്റിക്സിന്റെ സിലബസ് എന്ന് പറയുന്ന ഒരു കാര്യം. വലിയ, അതായത് ശരിക്കും പറയുകയാണെങ്കിൽ 19ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കുവാനുണ്ട്. 19 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാൻ അല്ലേ. 19 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഇഷ്ടംപോലെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. പക്ഷേ വരാൻ പോകുന്ന ചെറിയ ദിവസത്തിൽ നമുക്ക് ഇത് എങ്ങനെ പഠിക്കണമെങ്കിൽ അതപ്പോൾ നമ്മളൊരു ഓർഡേർഡ് ആയിട്ട് തന്നെ പഠിക്കണം അല്ലേ. അപ്പോൾ എങ്ങനെ നിങ്ങൾ പൊളിറ്റിക്സ് ഓൾറെഡി നിങ്ങൾ ചെയ്ത CUT എക്സാം വേണ്ടി രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ നിർബന്ധമായും എഡ്യൂപോയിന്റ് ഒരു കോഴ്സിനെ പറ്റി ഒന്ന് നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കൃത്യമായി ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഇത്രയും വൈഡ് ആയിരിക്കുന്ന നോളജിനെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂലേക്ക് വളരെ ഓർഡേർഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സസ് ഒക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ CUT പൊളിറ്റിക്സ് എഴുതാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് നിർബന്ധമായും ഈ ഒരു നമ്മുടെ സിലബസിന്റെ ലിങ്ക്, ഈ ഒരു വീഡിയോ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മക്കളെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും ഒരുപാട് CUT-യുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കും. സോ അതുവരെ ബൈ, താങ്ക് യു.